മാഷെ ഈ പത്മകുമാർ പറയുന്നതേ അങ്ങ് വിഴുങ്ങാൻ നിവർത്തിയില്ല. അതായത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ നിവർത്തിയില്ല. കാരണം ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ളയാണെന്ന ആരോപണം പത്മകുമാർ സമ്മതിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. വേണ്ട, സമ്മതിക്കേണ്ട, നമുക്ക് ആർക്കും നിർബന്ധമില്ല. പക്ഷേ അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണല്ലോ മാഷെ. അതായത് ഈ പറയുന്നത് പോലെ അത് സ്വർണ്ണക്കൊള്ളയല്ല, അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് പോലുള്ള ശൃംഖലകളുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിട്ട് ഉള്ള രീതിയിലുള്ള ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയിരിക്കുന്ന ഒരു കേസാണ്. അപ്പൊ നിസാരമായ ഒരു സ്വർണ്ണക്കൊള്ളയായിട്ട്, അതായത് നിസാരമല്ല, പക്ഷെ ഈ അന്താരാഷ്ട്ര തലത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു സ്വർണ്ണം അടിച്ചു മാറ്റാൻ വേണ്ടി ആ ദ്വാരപാലക ശില്പങ്ങളൊന്ന് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി അത് കുറച്ച് ചീന്തി എടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള സംഭവമല്ല നടന്നിരിക്കുന്നത്. അപ്പൊ പത്മകുമാർ പറയുന്നത് ശരിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത് വെറും ഒരു സ്വർണ്ണക്കൊള്ളയായിട്ട് കാണാനും കഴിയില്ല. മാത്രമല്ല, പത്മകുമാർ ഞാൻ അങ്ങോട്ട് ജയിലിൽ പോവുകയാണെങ്കിൽ കൂടെ പോകാനുള്ള പേരുകൾ കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മന്ത്രിയുടേതാണ്, രണ്ട് തന്ത്രിയുടേതാണ്. അതായത് കണ്ഠരര് രാജീവരുടെ പേരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പറയുന്നത് മന്ത്രിക്ക് പോറ്റിയെ നേരത്തെ അറിയാമായിരുന്നു. അതായത് മന്ത്രിക്ക് അറിവുണ്ടായതിന് ശേഷം മാത്രമേ ഈ പോറ്റിയെ എനിക്ക് ബന്ധമുള്ളൂ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. കൈ ഒഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാവോ? മന്ത്രിയിൽ നിന്ന് തന്ത്രിയിലേക്ക് ഈ കേസ് ട്വിസ്റ്റ് ചെയ്തു പോകാനുള്ള ഒരു ശ്രമമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നമ്മൾ ഈ പത്മകുമാർ ഇത് പറയുമ്പോഴും പത്മകുമാറിനെ പരമവിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് യുക്തിഭദ്രതയോടുകൂടി ചിന്തിക്കുമ്പോൾ കഴിയുകയില്ല. ഓരോന്നോരോന്നായിട്ട് പറയാം. ഒന്ന്, സ്വർണം എന്നുള്ള വാക്ക് മാറ്റി ചെമ്പ് എന്ന് ആക്കി മാറ്റിക്കൊണ്ട് അവിടെ വലിയൊരു ആൽക്കമി നടത്തിയതാരാ? തന്ത്രിയല്ല, പത്മകുമാർ എന്ന് പറയുന്ന പ്രബലനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയാണ്. ഇത്ര നാളത്തെ രാഷ്ട്രീയ പരിചയം, MLA ആയിട്ടുള്ള പരിചയം ഒക്കെ ഉള്ള ഇയാൾ ഈ തിരുത്തൽ എന്ന് പറയുന്നത് ഒരു കുറ്റമാണ് എന്നുള്ളത് മനസ്സിലാക്കിയില്ലേ? പ്രധാനപ്പെട്ട ഒരു രേഖയിലാണ് തൻ്റെ കയ്യൊപ്പ് ചാർത്തി, തുല്യം ചാർത്തി, തൻ്റെ കയ്യക്ഷരം കൊണ്ട് തന്നെ അത് തിരുത്തിയത്. അതിൻ്റെ ഉത്തരവാദിത്വം തന്ത്രിക്കില്ലല്ലോ. എന്തിനത് ചെയ്തു? തന്ത്രി പറഞ്ഞിട്ടാണോ? സമ്മതിക്കാം. അദ്ദേഹം പറയുന്നുണ്ട്, ദൈവതുല്യനായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് കേട്ടു. അദ്ദേഹത്തിൻ്റെ ദൈവതുല്യനായിട്ടുള്ള വ്യക്തി മന്ത്രിയാണെന്നാണ് നമ്മൾ ഇതുവരെ ധരിച്ചു വച്ചിരിക്കുന്നത് എന്ന് വയ്ക്കുക. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. എങ്കിലും തന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്ത്രി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ചെയ്തത് എന്ന് പറയുമ്പോൾ പല ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായ ചോദ്യം ഇതാണ്: തന്ത്രി പറയുമ്പോൾ തിരുത്താനുള്ള ഒരു ബുദ്ധിയായിരുന്നോ താങ്കൾക്ക് MLA ആയിരുന്ന കാലത്തും ഉണ്ടായിരുന്നത്, ഒരു ജനപ്രതിനിധിയായിരുന്ന കാലത്തും ഉണ്ടായിരുന്നത്? ആരെങ്കിലും പറയുക, അത് കേട്ടങ്ങ് ഒപ്പിടുക. സ്വർണവും ചെമ്പുവുമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു യാഥാർത്ഥ്യ ബോധമില്ലാത്തയാളാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായ MLA, അതും കോന്നിയുടെ MLA ആയിട്ടുള്ള ഒരാൾ. എങ്ങനെയാണ് നിങ്ങൾക്കിതിൽ നിന്ന് തടി തപ്പാൻ കഴിയുക? ചോദ്യം 2. മൂന്നാമത്തെ ഒരു കാര്യം, ദൈവതുല്യനായിട്ടുള്ള ഒരാളെന്ന് താങ്കൾ പറഞ്ഞത് മന്ത്രിയല്ല തന്ത്രിയാണെന്ന് ഞങ്ങളങ്ങ് ഊഹിക്കുക ആണല്ലോ. അതുകൊണ്ടാണല്ലോ തന്ത്രി പറഞ്ഞിട്ട് കേട്ടു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നത് ദൈവതുല്യനായിട്ടുള്ള വ്യക്തി എന്ന്. ഇതാണോ താങ്കളൊരു ഹിന്ദു ആണല്ലോ, ഇതാണോ താങ്കളുടെ ഹിന്ദു ധർമ്മബോധം അല്ലെങ്കിൽ അറിവ്? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ദൈവതുല്യനായിട്ടുള്ള വ്യക്തിയാണ് തന്ത്രി എന്ന്? ദൈവത്തിന് തുല്യമായിട്ട് വേറൊരു വ്യക്തിയുണ്ടോ? എന്ത് മണ്ടത്തരങ്ങളാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് ദൈവതുല്യനായ വ്യക്തി എന്ന് പറയുമ്പോൾ? അദ്ദേഹത്തിന് ദൈവതുല്യൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കള്ളത്തരത്തിന് മുഴുവനും ഒപ്പം നിൽക്കുന്ന, ആശീർവാദം നൽകുന്ന, മൗനാനുവാദം നൽകുന്ന ആളായിരിക്കാം. ഈ ദൈവതുല്യൻ എന്നുള്ള വ്യക്തി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പാർട്ടിയിൽ ദൈവങ്ങളുണ്ട്, അവരെ അനുസരിച്ചേ പറ്റൂ. അനുസരിച്ചില്ലെങ്കിൽ വിവരങ്ങൾ അറിയും. അതാണെങ്കിൽ ഓക്കെ. തന്ത്രിയെ ദൈവതുല്യൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൽ പോലും വിശ്വാസമില്ലാത്ത ഒരു പാർട്ടിയുടെ MLA ആയിരുന്ന ആളാണ്. സാറ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ പാർട്ടിയിലെ ആണെങ്കിൽ കടകംപള്ളി ആയിക്കൂടെ? കഥ ഞാൻ ചോദിച്ചത് കടകംപള്ളി ദൈവം. അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, തിരിച്ചിങ്ങോട്ട് വരുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ദൈവതുല്യനായ ആൾ നമ്മളെല്ലാം വിശ്വസിച്ചത് കടകംപള്ളിയാണ് എന്നാണ്. അത് സത്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ സ്ഥാനങ്ങൾ വേണമെങ്കിൽ, അത് ദാനം ചെയ്യണമെങ്കിൽ, അതിന് വെച്ച് അനുഗ്രഹിക്കണമെങ്കിൽ ഈ ദൈവം വേണം, മന്ത്രി ദൈവം വേണം. അത് വെച്ചത് ശരിയാണ്. പക്ഷെ തന്ത്രി എന്നല്ലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അവരുടെ പേര് ഞാൻ പറയുമെന്ന് പറഞ്ഞതെല്ലാം ഇദ്ദേഹം
ഇത് യുദ്ധപര്യന്തം പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞപ്പോൾ പാർട്ടിക്കാരാണെന്നല്ലേ നമ്മൾ വിചാരിച്ചത്. ഇപ്പം പറഞ്ഞ ആരുടെ പേരാണ്? തന്ത്രി രാജീവ് കണ്ഠരൻ്റെ പേര് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവതുല്യനായുള്ള വ്യക്തി അത് വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയല്ലേ യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ അത് ദൈവതുല്യനാണെന്ന് എങ്ങനെ സങ്കല്പിക്കാൻ കഴിയും? ആരാണ് പറഞ്ഞിട്ടുള്ളത്? അവിടെ തന്ത്രി എന്ന് പറഞ്ഞാൽ ദേവപ്രശ്നം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ വേണ്ടി തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, ക്ഷേത്രതന്ത്രത്തെക്കുറിച്ചുള്ള ജ്ഞാനമുള്ള ആളെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അദ്ദേഹം ദൈവത്തിൻ്റെ പ്രതിപുരുഷനല്ല. പിന്നെ ഇവിടെ ഒരു സങ്കല്പമുണ്ട്, പലരും സങ്കല്പിക്കുന്നത് അദ്ദേഹം അവിടെ മൈനറായിട്ടുള്ള അയ്യപ്പൻ്റെ ശ്രീ ധർമ്മശാസ്താവിൻ്റെ അച്ഛനാണ്, പിതൃസ്ഥാനമുണ്ട് എന്നൊരു മൈനർ ആയതുകൊണ്ടാണത്. പിതൃസ്ഥാനം എന്ന് പറയുന്നത് ദൈവതുല്യം എന്ന് പറയുന്നത് രണ്ടും രണ്ടല്ലേ, കാര്യങ്ങൾ രണ്ടല്ലേ. മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നുണ്ട്, ദൈവമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് പക്ഷേ ഒരു കാവ്യ സങ്കല്പമാണത്, അങ്ങനെ പറയുന്നില്ല. തന്ത്രി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചുമതലയല്ല, അല്ലെങ്കിൽ അമ്പലത്തിനെതിരാ തന്ത്രി ഇരിക്കുന്നത്. പക്ഷെ ഇപ്പൊ പത്മകുമാർ പറയുന്ന മൊഴി അനുസരിച്ച് ഇവർ രണ്ടുപേരും പെടാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മന്ത്രിയുമായിട്ട് നേരത്തെ ബന്ധമുണ്ടായിരുന്നുവെന്ന് പോറ്റി തന്നോട് പറഞ്ഞതായിട്ട് പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ താൻ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉള്ള വ്യക്തിയായിരുന്നു. എങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? പോറ്റി ഈ ശബരിമലയിൽ പ്രവർത്തിച്ചിരുന്നത് തന്ത്രി കുടുംബത്തിന്റെ ആളായിട്ടാണ്. താൻ പോറ്റിയെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയമുണ്ടായിരുന്നു എന്നാണ് പത്മകുമാറിന്റെ മൊഴി. ഇതെല്ലാം തടിതപ്പലുകളാണ്. നമുക്ക് നോക്കൂ, യുവതീ പ്രവേശന സമയത്ത് തന്ത്രി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നടയടച്ചിട്ട് താക്കോലുമായിട്ട് പോകണം. അങ്ങനെ താക്കോലുമായിട്ട് പോകാമെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് അന്നത്തെ ദേവസ്വം മന്ത്രി പറഞ്ഞത് അല്ലേ. അപ്പോൾ തന്ത്രിയെ ഇവർ ദൈവമായിട്ട് കണക്കാക്കാൻ എന്നു മുതലാണ് തുടങ്ങിയത്? തന്ത്രിയെ എന്നു തൊട്ടാണ് ദൈവമായിട്ട് കണക്കാക്കാൻ തുടങ്ങിയത്? അപ്പോൾ അതിൽ തന്നെ ഒരു വലിയ കോൺട്രഡിക്ഷൻ വരുന്നില്ലേ, വലിയ കോൺട്രഡിക്ഷൻ വരുന്നില്ലേ? തന്ത്രി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. ശബരിമലയിൽ അങ്ങനെ നടയടച്ചിട്ട് പോയാൽ തനിക്ക് അതിന് അധികാരമില്ല എന്ന് പറയും. ദൈവത്തിന് പിന്നെ നടയടയ്ക്കാൻ അധികാരമില്ല പോലും ഇല്ലാത്ത ഒരാളിനെ ദൈവമെന്ന് എങ്ങനെ സങ്കല്പിക്കാൻ പറ്റും? ഇതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ എത്രമാത്രമാണ് അദ്ദേഹത്തെ അപഹസിച്ചിട്ടുള്ളത്? നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ എന്താ പറഞ്ഞത്? ഇദ്ദേഹത്തിന് ബ്രഹ്മചര്യം എന്നാണല്ലോ സങ്കല്പം, പരസ്ത്രീ സംഗമം ഉണ്ടെന്നല്ലേ പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ. പിന്നെ എങ്ങനെയാണ് ദൈവതുല്യം വരുന്നത്? ദൈവതുല്യം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പിണറായി വിജയനാണ്. ആ പാർട്ടിയിലെ ദൈവം ഇപ്പോൾ പിണറായി വിജയനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ്. ഇപ്പോൾ ഇത് പകൽ പോലെ കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. അതായത് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ കേസ്, അതിന് തടയിട്ടിരിക്കുന്നു. വെള്ളം ഇങ്ങനെ തടയിട്ട് കഴിയുമ്പോൾ എങ്ങോട്ട് ഒഴുകും? തിരിച്ച് ഇങ്ങോട്ട് ഒഴുകും, തന്ത്രിയിലേക്ക് ഒഴുകി. നോക്കൂ എന്താ സംഭവം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കിപ്പോൾ ഊഹിക്കാം. ഊഹമാണിത്, ആരോപണമല്ല. അതായത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോയാൽ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും എന്നുള്ള അറിവ് അദ്ദേഹത്തിന് കിട്ടിക്കാണും. അങ്ങനെയല്ലെങ്കിൽ ഈ പേര്, കടകംപള്ളിയുടെ പേര് പറയാതിരുന്നാൽ താങ്കൾക്ക് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമെന്നുള്ള നിലയിൽ നിന്നും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് പ്രൊമോഷൻ നടയാം. എം.വി. ഗോവിന്ദൻ അവിടെ വന്നു, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ച് തീരുമാനിച്ച ഒരു കാര്യം, സെക്രട്ടേറിയറ്റിൽ ഒരു സീറ്റ് ഒഴിച്ചിടുക. ആർക്ക് വേണ്ടിയാ? അവിടെയുള്ള ആൾക്കാർ, ജയിലിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ അവരെ അപ്പം തന്നെ ചേർക്കുകയില്ലേ എന്ന് മാത്രമല്ല, പത്മകുമാറിനെതിരായിട്ടുള്ള ഒരു ഒറ്റ പരാമർശവും, പേര് വെച്ചുള്ള ഒരു പരാമർശം പോലും ഉണ്ടായില്ല. പത്തനംതിട്ട എന്നല്ല, കേരളത്തിലാകമാനം സംസാര വിഷയവും കോളിളക്കവുമായിട്ടുള്ള ഒന്ന് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പത്മകുമാറിനെ രക്ഷിക്കുക, കേസ് ഡൈവേർട്ട് ചെയ്യുക. ആ ലക്ഷ്യത്തിൽ അവർ വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് നമ്മൾ കാണുന്നത്. പത്മകുമാറിൻ്റെ ചിരിയുടെ കാരണവും അതാണ്. ഞാനിപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് എനിക്ക് കിട്ടാൻ പോവുക. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു മൂന്നാം ഊഴം പിണറായി വിജയന് കിട്ടുകയാണെങ്കിൽ അതിലെ ദേവസ്വം മന്ത്രി സ്ഥാനവും ഇദ്ദേഹത്തിന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപ്പോൾ ഇനി തന്ത്രിയിലേക്ക് പോകും. തന്ത്രി കുറേ അനുഭവിക്കേണ്ടതായിട്ട് വരും. തന്ത്രി തെറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ അദ്ദേഹം ചെയ്യാത്ത തെറ്റിൻ്റെ കൂടെ ശിക്ഷ അദ്ദേഹത്തിന് ഇനി, തന്ത്രിക്കിപ്പം മന്ത്രി ചെയ്ത തെറ്റിൻ്റെ കൂടി ശിക്ഷ അനുഭവിക്കേണ്ട സന്ദർഭമാണ് ഇപ്പോൾ സംജാതമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.